ഓണത്തിന്റെ വരവറിയിക്കാൻ മണി കിലുക്കിയെത്തുന്നവരാണ് ഓണപ്പൊട്ടന്മാർ. കുട്ടികളോട് കൂട്ടുകൂടിയും തുള്ളിച്ചാടിയും ഓരോ വീട്ടിലുമെത്തുന്ന ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ ആരോടും ഒന്നും മിണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഓണപ്പൊട്ടൻ എന്ന പേരും വന്നത്. കയ്യിലെ മണികിലുക്കിയാണ് നാട്ടുകാരെ തന്റെ വരവറിയിക്കുന്നത്. നടന്നു വരുന്ന ഒരാചാരമായി ഞങ്ങൾ ഇവിടുന്ന് ഓണപ്പൊട്ടം കെട്ടി ഉത്രാടത്തിനന്ന് രാവിലെ പന്തിരടി മനയിൽ പോയി നെട്ടൂരപ്പനെ വണങ്ങി നേരെ കപ്പയങ്കാട്ട് വീട്ടിൽ പോകും. കപ്പയങ്കാട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടാവും. അവിടുന്ന് ഓണപ്പുടവയും ദക്ഷിണയും അരിയൊക്കെ വാങ്ങി എല്ലാവരെയും അനുഗ്രഹിച്ച് അതിനുശേഷം നെട്ടൂരുള്ള ബാക്കിയുള്ള വീടുകളിലേക്കും ഞങ്ങൾ പോകും. ഇപ്രാവശ്യം മൊത്തം 10 പേരാണുള്ളത്. 8 പേരാണ് നെട്ടൂർ അമ്പലത്തിലേക്ക് പന്തിരടിയിലേക്ക് പോവുക. 2 പേരിന്ന് വടിയത്തേക്കുണ്ട്. മുഖത്ത് ചായം തേച്ച് ഒരുത്തോലക്കുട ചൂടി കൈതനാരുകൊണ്ട് മുടിവെച്ച് കിരീടം ചൂടി ആടെ ആഭരണങ്ങൾ അണിഞ്ഞാണ് ഓണപ്പൊട്ടന്റെ വരവ്. എല്ലാ വർഷവും തിരുവോണ ദിവസം പതിവ് പോലെ ഓണേശ്വരൻ വന്നെത്താറുണ്ട്. കോലം കെട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടൻ. തിരുവോണ ദിവസം പുലർച്ചെ ഇറങ്ങുന്ന ഓണപ്പൊട്ടന്മാർ ജാതിമത ഭേദമന്യേ എല്ലാ വീടുകളിലും കയറിയിറങ്ങി കോടിയും ദക്ഷിണയും വാങ്ങും. ഓണപ്പൊട്ടന്റെ വേഷം കെട്ടുന്ന ആൾ അത്തം മുതൽ തിരുവോണം വരെ വ്രതമനുഷ്ഠിക്കും. വേഷം കെട്ടുന്നതിന്റെ തലേ ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കുകയുമുള്ളൂ. ഇതിന് പിന്നിൽ നേരത്തെ വടയം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു ഈ ഓണപ്പൊട്ടന്മാർ വന്നിരുന്നത്. അവർ പിറ്റേ ദിവസമായിരുന്നു ഇവിടെ എത്തുക പലപ്പോഴും. പിന്നെ പിറ്റേ ദിവസം വൈകിട്ടായി. അപ്പോൾ അന്നേരത്തെ കാരണവർ പിന്നെ അവരുമായിട്ട് കരാറുണ്ടാക്കി അവർക്ക് വേണ്ട താമസ സൗകര്യവും ഒരു കുന്ന് മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ വെള്ളൊലിപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ താമസമാക്കി. അന്നുണ്ടാക്കിയ കാരണവരായിട്ടുണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം കാലൻ, വേടൻ, ചീവോലി, ഓണപ്പട്ടം തുടങ്ങിയിരിക്കുന്ന വേഷങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാത്രമേ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ആ ആചാരം നൂറ്റാണ്ടുകളായി തുറന്നു വരുന്നതാണ്. ഇപ്പോൾ 1989 വരെ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. തുറന്നിങ്ങോട്ട് അവർ വരുന്നുണ്ട് എന്നല്ലാതെ അതിനെ സ്വീകരിക്കാനുള്ള ആൾക്കാരുണ്ടായില്ല. അതിന് ഈ വർഷം നമ്മൾ പിന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ SPSSൻ്റെ പ്രാദേശിക സഭയുടെ ആഭിമുഖ്യത്തിൽ ഇതിന് സ്വീകരണ പരിപാടി നടപ്പിലാക്കിയാണ്. അതുപ്രകാരം എല്ലാ ആൾക്കാരും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുകൊണ്ട് എല്ലാ ആൾക്കാരും എത്തി. കാലത്ത് 4 മണിക്ക് തന്നെ എത്തി പൂക്കളിട്ടു. അതേ സ്വീകരണം അവർക്ക് പിന്നെ അരി, അതേപോലെ വസ്ത്രം, അതേപോലെ മറ്റ് പിന്നെ പൈസ ഇവ നൽകുന്ന ചടങ്ങുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സന്തോഷകരമായിട്ടാണ് തീരുമ്പോൾ ഈ ആചാരം നൂറ്റാണ്ടുകളായി തുറന്നിരുന്ന ആചാരം ഇത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അതിന് വേണ്ടി മുതിർന്നതാണ്. ഓണത്താറും ഓണപ്പൊട്ടനും കേരളീയ ജനതയുടെ വരുംകാല സമ്പൽ സമൃദ്ധിയുടെ മണിയൊച്ച കൂടിയാണ്. നഷ്ടപ്പെടുന്ന നാട്ടുപൈതൃകവും. മീഡിയ, പയ്യന്നൂർ. ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ. അറിഞ്ഞില്ലേ, ഓണം എത്തി. കമ്പ്യൂട്ടർ കെയറിൽ ഓണം ഓഫറും എത്തി. കമ്പ്യൂട്ടറുകൾക്കും ലാപ്ടോപ്പുകൾക്കും തകർപ്പൻ വിലക്കുറവ്, കൂടാതെ കിടിലൻ സമ്മാനങ്ങളും ഈസി EMI-യും വിൽപ്പനാനന്തര സേവനവും. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.